ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ നായന കിരണിനോട് പറയുന്നുണ്ട്, അവരെ പറഞ്ഞിട്ട് കുറ്റമായിട്ട് കാര്യമില്ല കിരണെ, കാരണം അവര് കാരണമാണ് കല്യാണിന്റെ അമ്മ മരിച്ചെന്ന് ഉള്ളിലൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് അവർ ഈ ഒരു തീരുമാനത്തിൽ എത്തിയതെന്ന് പറയുമ്പോഴേക്കും ആയിക്കോട്ടെ നയനെ, പക്ഷേ ഇപ്പൊ അവിടെ പോയത് കൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവാൻ പോണില്ലല്ലോ, അവനെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പവും. ഇപ്പൊ അവിടെ പോയത് വളരെ തെറ്റായെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. പോലീസ് പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഉണ്ടായിട്ട് പോലും ഗംഗപ്രസാദ് വന്നിട്ട് അമ്മേനെ കുത്തി അമ്മ മരണപ്പെട്ടത് ഓർമ്മയുണ്ടല്ലോ. ഇതിപ്പോ ഒരു ഇതുമില്ലാതെ അവർ അവിടെ പോയി നിൽക്കണത് മരണം വിളിച്ചു വരുത്തുന്ന പോലെയാ എനിക്ക് തോന്നുന്നത് എന്ന് കിരൺ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കണ ഗംഗപ്രസാദിനെ സ്റ്റെഫിനെയാണ്. അവർ ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വേറൊന്നല്ല, ഗംഗപ്രസാദ് ഇതിന് മുമ്പ് കാർത്തികയുടെ വീട്ടിൽ അന്ന് പോയിരുന്നല്ലോ കാർത്തികനെ കുത്താനായിട്ട്. അപ്പൊ അവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ക്യാമറയിലെ കാഴ്ചകൾ ഇവര് ലാപ്ടോപ്പിൽ നോക്കാട്ടോ. അപ്പൊ ഗംഗപ്രസാദ് പറഞ്ഞതേ നോക്കിക്കേ സ്റ്റെഫി എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാണ്. ആഹാ, നീ ഇത് ഒപ്പിച്ചായിരുന്നോ? പിന്നെ അല്ലാതെ അന്ന് കഴിഞ്ഞ ദിവസം അവനെ കുത്താൻ പോയില്ലേ, അപ്പനാ ചെറിയൊരു പേനക്കണക്ക് ക്യാമറ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദേ മരണമൊക്കെ കഴിഞ്ഞ് അമ്മയും മോളും വീട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പറയാണ്. ശരിയാണല്ലോ, അവർ ഇത്ര പെട്ടെന്ന് വീട്ടിലേക്ക് പോന്നു. അതെ, ഭയങ്കര ധൈര്യം ഒരുക്കിപ്പോ, മരിക്കണമെങ്കിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടായിരിക്കും അമ്മയും മോളും കൂടി വന്നത്. അപ്പൊ കാര്യങ്ങളൊക്കെ എളുപ്പമായല്ലോടാ എന്ന് സ്റ്റെഫി പറയുമ്പോ, നമുക്ക് എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട സ്റ്റെഫി, നീ പറഞ്ഞ പോലെ തന്നെ കല്യാണം ആവുമ്പോഴേക്കും നമുക്ക് ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാകും അവരെ കീഴ്പ്പെടുത്താനായിട്ട്. പിന്നെ മണവാളച്ചക്കന് ഡ്രൈവറായിട്ട് പോലും നമുക്ക് അവിടെ കയറി പറ്റാലോ, പന്തലിലേക്കും കല്യാണ മണ്ഡപത്തിലേക്കൊക്കെ പോകാൻ പറ്റും. അപ്പൊ അത് നല്ലൊരു വേഷമാണ്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് നല്ലൊരു വേഷം കെട്ടാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട് സ്റ്റെഫി. വേഷം കെട്ടാനൊക്കെ ഞാൻ ഓക്കെയാണ്, നമ്മളാരും കണ്ടുപിടിച്ചില്ലല്ലോ. പക്ഷെ ആ കിരണിനെ സംശയം വന്നല്ലോ സ്റ്റെഫി, അവിടെയാണ് കാര്യങ്ങളൊക്കെ പൊളിഞ്ഞത്. ആ കഴിഞ്ഞ പ്രാവശ്യം നീ ബൈജു നിന്നെ പെണ്ണ് കാണാൻ വേണ്ടി വന്നപ്പോ കിരണിനെ കുത്താൻ വേണ്ടി ഗുണ്ടകൾ പോയതായിരുന്നല്ലോ. അന്ന് ശരിക്കും പറഞ്ഞാൽ അവൻ അന്ന് അവിടെ തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു കഷ്ടപ്പാടും ഉണ്ടായിരുന്നില്ല. അത് നീ പറഞ്ഞ ശരിയാടാ. അല്ല, ഇപ്പത്തെ നിന്റെ പ്ലാൻ എന്താണ് എന്ന് സ്റ്റെഫി ചോദിക്കുമ്പോ ഗംഗപ്രസാദ് പറയുന്നുണ്ട്, വേറൊന്നും അല്ല സ്റ്റെഫി, മണ്ഡലമാസമാണല്ലോ വന്നിരിക്കുന്നത്, നമുക്കും അമ്പലത്തിലൊക്കെ പോയിട്ട് ഭജന ഇരിക്കുന്ന പോലെ കാണിക്കാം. വലിയ താടിയൊക്കെ നീട്ടി വളർത്തി കറുപ്പും കറുപ്പിട്ട് ഒരു സ്വാമികളുടെ വേഷത്തിൽ ഞാൻ അവിടെ ഇരിക്കാം, നീ ഒരു മാളികപ്പുറത്തിന്റെ വേഷത്തിൽ നീ ഇരിക്കണം എന്ന് പറയാണ്. അത് നല്ലൊരു ഐഡിയ ആടാ എന്ന് പറയുമ്പോഴേക്കും, അതെ, നമ്മൾ രണ്ടുപേരും കൂടി മലക്ക് പോകുന്ന രീതിയിൽ അമ്പലത്തിൽ തന്നെ ചുറ്റിപ്പറ്റി അവിടെയൊക്കെ നടക്കാം. അമ്പലമല്ലേ, കല്യാണി എന്തായാലും അവിടെ വരും. കല്യാണിന്റെ കൂടെ കല്യാണമൊക്കെ ആയതുകൊണ്ട് കാർത്തികയും വരും. അതുകൊണ്ട് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാം. അതല്ല, ആ അവസരം കിട്ടുന്നില്ലെങ്കിൽ മാത്രം കല്യാണ ചക്കര ഡ്രൈവറായിട്ട് നമുക്ക് അവിടെ എത്തിപ്പറ്റാം എന്നൊക്കെ പറയാണ്. അതെ, അങ്ങനെ തന്നെയാ വേണ്ടത് എന്ന് സ്റ്റെഫിയും പറയാട്ടോ. ശേഷം ലക്ഷ്മിയമ്മയും കാർത്തിക കൂടി വീടൊക്കെ ശരിക്കും നോക്കുവാണ്. ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, മോളെ വീടിന്റെ റൂമൊക്കെ ശരിക്കും പരിശോധിക്കണം, എവിടെയെങ്കിലൊക്കെ പതുങ്ങിയിരിക്കും അവൻ. അത് അമ്മ പറഞ്ഞ ശരിയാണമ്മേ, ഭക്ഷണം കഴിച്ചില്ലെങ്കിലും എത്ര നാള് വേണമെങ്കിലും അവൻ നിൽക്കും. കൊല ചെയ്യാൻ വേണ്ടി എത്ര നാൾ വേണമെങ്കിലും മടിക്കാതെ എവിടെ വേണമെങ്കിലും ഒളിച്ചു നിൽക്കുന്നവനെ, അതിനാ എനിക്കറിയാലോ. പിന്നെ ആ പുറകുവശത്തെ പൂട്ട് പൊളിച്ചിട്ട് അവനകത്ത് വന്നതമ്മേ. ആ പൂട്ടൊക്കെ കിരണ ആളെ കൊണ്ട് ശരിയാക്കി വെച്ചിട്ടുണ്ട്, എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് അരിച്ചു പെറുക്കി എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറയാണ്. അവനെ നമ്മൾ ശരിക്കും സൂക്ഷിക്കണം മോളെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ കല്യാണിന്റെ ഫോൺ കാർത്തികയുടെ മൊബൈലിലേക്ക് വരുവാട്ടോ. ഇതേ കല്യാണിയാ വിളിക്കണത്, എടുക്ക് എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. കാർത്തിക ഫോൺ എടുക്കാണ്. ഹലോ, എന്ത് പണിയാ ചേച്ചി ചെയ്തത്? ഞങ്ങൾ ചേച്ചിക്കും ലക്ഷ്മിയമ്മക്ക് വേണ്ടി ഓരോന്നൊക്കെ ചെയ്യുമ്പോഴേക്കും ചേച്ചിയും ലക്ഷ്മിയമ്മ എന്ത് പണിയാ ചെയ്തത്? അത് മോളെ കല്യാണി എന്ന് അമ്മ പിന്നെ പറഞ്ഞപ്പോ ലക്ഷ്മിയമ്മ അടുത്തുണ്ടോ? ഉണ്ട്, കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് കാർത്തിക ഫോൺ കൊടുക്കാണ്. ഹലോ മോളെ കല്യാണി, എന്തിൽ പണിയാ ലക്ഷ്മിയമ്മ കാണിച്ചത്? എന്തിനാ നിങ്ങളിപ്പോ അവിടെ പോയത്? വെറുതെ അപകടം വരുത്തി വെക്കണത് എന്തിനാ ലക്ഷ്മിയമ്മേ? മോളെ കല്യാണി, ഞങ്ങളൊന്ന് പറഞ്ഞോട്ടെ, ഞങ്ങൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗംഗപ്രസാദ് ഇനി അങ്ങോട്ടേക്ക് വേഷം മാറിയൊക്കെ വരും. ഞങ്ങൾ ഇവിടെയാണെങ്കിൽ അവരിങ്ങോട്ടേക്കല്ലേ വരുള്ളൂ. വരട്ടെ, അവൻ വരട്ടെ, എല്ലാം കൽപ്പിച്ചിട്ട് തന്നെയാണ് ഞങ്ങളും നിൽക്കുന്നത്. ദീപയുടെ മരണം കൊണ്ട് ഞങ്ങളും ആകെ മരവിച്ചു മോളെ. ഇപ്പൊ വാശിയാ, അവനെ കൊല്ലണമെന്നുള്ള വാശി. അതുകൊണ്ട് അവൻ ഏത് വേഷത്തിൽ ഇവിടെ വന്നാലും ഞാനും എന്റെ മോളും അവനെ തീർത്തിരിക്കും. പക്ഷെ നിങ്ങൾക്കാർക്കും ഒരു അപകടം പറ്റരുത്. പിന്നെ കല്യാണി മോളെ, ഒരു കാര്യം കൂടി പറയാനുണ്ട്. കല്യാണി മോള് ഇനി വേറെ ആരെയും കൊണ്ട് വിളിപ്പിക്കരുത് കേട്ടോ, ഞങ്ങളുടെ തീരുമാനമാണിത്. ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം മോളെ, ശരിയെന്നാ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടയാണ് ലക്ഷ്മി. ശേഷം ലക്ഷ്മി പറഞ്ഞത് നമ്മൾ ചെയ്തു തന്നെയാണ് നല്ലത് മോളെ എന്ന് പറയുമ്പോ കാർത്തിക പറയണ്ട, അതെ അമ്മേ, ഇത് തന്നെയാണ് നല്ലതെന്ന് എനിക്കിപ്പോ തോന്നുവാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ആരോ ബെല്ലടിക്കാട്ടോ. അയ്യോ, ആരോ ബെല്ലടിക്കണ്ടല്ലോ അമ്മേ, മോളെ വാതിൽ തുറക്കണ്ട, ജനലിക്കൂടി നോക്കിയിട്ട് തുറന്നാൽ മതി എന്ന് ലക്ഷ്മി അമ്മ പറയണം. അങ്ങനെ നമ്മുടെ കാർത്തിക ജനലിക്കൂടി നോക്കുമ്പോഴേക്കും അത് നമ്മുടെ ദിലീപാട്ടോ. ദിലീപേട്ടനാണമ്മേ? ആണോ, വാതിൽ തുറക്കുന്നത് പറയാണ്. അങ്ങനെ വാതിൽ തുറക്കുന്നുണ്ട്. ദിലീപേട്ട അകത്തേക്ക് വന്ന് പറഞ്ഞ് വിളിക്കാണ്. ദിലീപ് അകത്ത് വന്നിരിക്കുന്നുണ്ട്. കാർത്തിക പറയുന്നുണ്ട്, ദിലീപേട്ട ഇനി ഞങ്ങൾ ദിലീപേട്ടന് അധികം പ്രഷർ ഒന്നും ചെലുത്തില്ല. കല്യാണി കിരണൊക്കെ നിർബന്ധിച്ചുടങ്ങണ് കല്യാണം ഇടപെടാൻ നടത്താന്ന് വിചാരിച്ചതല്ല. അത് എന്നെക്കും അമ്മക്കും ഇപ്പോഴും മനസ്സിൽ ഒരു പേടിയൊക്കെ ഉണ്ട്.
ദിലീപ് പറയുന്നുണ്ട് അങ്ങനെ പേടിച്ചിരുന്നോണ്ട് കാര്യമില്ലല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലായി, കല്യാണിന്റെ അമ്മ മരിച്ചത് എല്ലാവർക്കും ഒരു വിഷമം തന്നെയാണ്. പാവം ഒരു അമ്മ, അവരുടെ ജീവൻ പോയി. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, ഒരു നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയണതും ജീവൻ എന്ന് പറയണതും ഒരു ആയുസ്സുള്ള ഒരു സംഭവമാണ്. അതിന് ആയുസ് എവിടെ തീരുന്നു അവിടെ നമ്മൾ എന്തെങ്കിലും കാരണം കൊണ്ട് മരിച്ചിരിക്കും. ആ അമ്മയുടെ ആയുസ് എടുത്തിട്ടുണ്ടാവാതിരിക്കാം. ശരിക്കും പറഞ്ഞാൽ കാർത്തികയുടെ അമ്മയുടെ വയറ്റിൽ കൊണ്ട കത്തിയാണ് മാറി കല്യാണിന്റെ അമ്മയുടെ വയറ്റിൽ കൊണ്ടത്. അതും അമ്മനെ പോലത്തെ ഒരു പാവം സ്ത്രീയാ, സാധു സ്ത്രീയാ. എനിക്കും അതിൽ വിഷമമുണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് നമുക്ക് ഗംഗപ്രസാദിനെ പേടിച്ച് മരണത്തെ പേടിച്ച് ഇങ്ങനെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ലമ്മേ. മരണം എപ്പോ വേണമെങ്കിലും സംഭവിക്കും, അത്രേ എനിക്കുള്ളൂ. എന്റെ വീട്ടുകാർക്കും അങ്ങനെ തന്നെയാണ്. അതിന് വെച്ച് പേടിച്ച് നമുക്ക് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾ പേടിക്കേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പറയാതിരുന്നതാണ്. എന്നെ ഗംഗപ്രസാദ് ഇന്നലെ വിളിച്ചിരുന്നു. ഇന്നലെയോ? അവൻ എന്താ പറഞ്ഞത്? എന്ത് പറയാനെന്ന് നിങ്ങൾക്ക് ഊഹിക്കാലോ. കല്യാണം നടത്തരുത്, കല്യാണം മുടക്കണം, കല്യാണം വേണ്ടെന്ന് വെക്കണം, അല്ലെങ്കിൽ ആയുസിന്റെ നീളം കുറയോന്ന് അവൻ പറഞ്ഞത്. എന്നിട്ട് മോൻ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞ ആയുസിന്റെ ബലം കുറയണമെങ്കിൽ കുറയട്ടെ, ഒരു ദിവസം കാർത്തികയുടെ ഭർത്താവായിട്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അവൻ ഫോൺ കട്ട് ചെയ്തു എന്ന് പറയാണ്. എന്നാലും അവന് വെല്ലുവിളിക്കുമ്പോൾ സൂക്ഷിക്കണം മോനെ, ഒന്നിനും അടിക്കാത്തവനെ അവൻ. അന്ന് പേടിക്കാനൊന്നും എനിക്ക് കിട്ടില്ല അമ്മേ. നിങ്ങളൊന്ന് ആലോചിക്ക്, ആ കിരണിനെ ഞാൻ വിളിച്ചിരുന്നു. കിരണയ്ക്ക് എന്ത് ബോൾഡ് ആയിട്ടാ സംസാരിക്കണത്. കല്യാണി അങ്ങനെ തന്നെയെന്ന് പറയുമ്പോ കാർത്തിക പറയണ്ട, അവൾക്ക് നല്ല വിഷമമുണ്ട്. ഞങ്ങള് വിഷമിക്കുക വെച്ചിട്ട് അവള് ഭയങ്കര നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് ദിലീപേട്ട. അവളുടെ മനസ്സിൽ അമ്മയ്ക്ക് വലിയൊരു സ്ഥാനമാണ് ഉള്ളത്. അവളുടെ അമ്മ എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അവളുടെ ജീവിതവും കാര്യങ്ങളൊക്കെ. അത് ശരിയാ. പക്ഷേ അവള് പോലും ഇപ്പൊ നല്ല ധൈര്യം കാണിക്കുന്നില്ലേ? അതെ, അമ്മയുടെ ഭസ്മം ഒഴുകി കഴിഞ്ഞപ്പോഴേക്കും അവള് നമ്മളടുത്ത് പറഞ്ഞത് എന്തൊക്കെ വന്നാലും ഗംഗപ്രസാദം മരിക്കണം എന്നാണ്. അവൾ ഒരിക്കലും ഒരാൾ മരിക്കാനോ വേദനിക്കാനോ ആഗ്രഹിക്കാത്ത ഒരു പെൺകുട്ടിയാണ്. അവള് പോലും അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. അതെ, അതന്നെ ഞാൻ പറയുന്നത്, നമ്മളും അങ്ങനെ ചിന്തിച്ചു തുടങ്ങണം. എന്തായാലും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ദിലീപ് അവിടെ നിന്ന് പോവാട്ടോ. ശരി ദിലീപേട്ട, ചായ എടുക്കട്ടെ എന്ന് ലക്ഷ്മി പറയുമ്പോ വേണ്ടമ്മേ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ദിലീപ് അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇപ്പൊ ലക്ഷ്മി പറയുന്നുണ്ട്, പാവം നല്ലൊരു പയ്യൻ, അവന്റെ ജീവനൊരു ആപത്തും വരാതിരുന്നാ മതി എന്ന് ലക്ഷ്മി അമ്മയും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്ന പ്രകാശനെയാണ്. പ്രകാശനും കല്യാണി കൂടി അമ്പലത്തിലേക്ക് പോയിരിക്കട്ടോ, പ്രകാശനെ മാല ഇടാനായിട്ട്. അപ്പൊ തിരുമേനി വന്നിട്ട് മാല ഇടാൻ വേണ്ടി തീരുമാനിച്ചല്ലേ? അതേ തിരുമേനി, ഇത്രയും നാള് മാല ഇട്ടത് എന്റെ മോനെ വേണ്ടിട്ടായിരുന്നോ? പക്ഷെ അതൊരു ഗുണമില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും തിരുമേനി പറയണ്ട്, അതെ മാല ഇട്ടിട്ട് മാത്രം കാര്യമില്ല, നമ്മുടെ മനസ്സുകൂടി നന്നാവട്ടെ പ്രകാശ. പെമ്മക്കള് നശിക്കണം, മോൻ നന്നാവണം പറഞ്ഞിട്ടല്ലേ പ്രകാശം മാല ചവിട്ടിയത്. അതുകൊണ്ട് അതൊന്നും നടക്കാത്തത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല തിരുമേനി, എന്റെ പെമ്മക്കൾക്കും എന്റെ ദീപക്കും എന്റെ ഭാര്യക്കും എന്റെ കല്യാണം നടക്കാൻ പോണ കാർത്തികമ്മൾക്കും അവളുടെ കല്യാണം കഴിക്കുന്ന പയ്യന്മാർക്കും നല്ല ആൾക്കാർക്കും ഒക്കെ നല്ലത് വരുത്തുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോണത്. അതുകൊണ്ട് നല്ലത് മാത്രമേ വരുള്ളൂ പ്രകാശ. മാല ഇടാമെന്നിട്ട് മാല ഇട്ട് കൊടുക്കാണ്. പ്രകാശിന് മാലയ്ക്ക് തൊട്ട് തൊഴുന്നുണ്ട്. ശേഷം എല്ലാം നല്ലതുപോലെ നടക്കും എന്നൊക്കെ പറയാണ്. അങ്ങനെ കല്യാണിയും പ്രകാശനും തിരിച്ച് വീട്ടിലേക്ക് വരുവാട്ടോ. വീട്ടിലേക്ക് വരുന്ന പ്രകാശൻ നമ്മുടെ കാർത്തികയുടെ കല്യാണക്കുറി നോക്കുവാണ്. അത് നോക്കിക്കൊണ്ടിരിക്കാൻ നേരത്ത് കാദംബരിയും കല്യാണിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താച്ചാ നോക്കുമ്പോ, അല്ല മോളെ, ഈ ദീപയുടെ പേര് ഇതിൽ കൊടുക്കണ്ടായിരുന്നു. ആദ്യം ഒരു കല്യാണക്കുറി അടിച്ചായിരുന്നു, അതിൽ ദീപയുടെ പേരുണ്ടായിരുന്നു. ഇപ്പൊ ലേറ്റ് ദീപാന്ന് കൊടുക്കണ്ടായിരുന്നു മോളെ എന്ന് പറയുമ്പോഴേക്കും കല്യാണി പറഞ്ഞ, അച്ഛാ കല്യാണക്കുറി അടിക്കാനായിട്ട് ഞങ്ങളല്ലല്ലോ പോയത്, ബൈജു അല്ലേ പോയത്. ബൈജു അത് ഓർത്തിട്ടുണ്ടാവില്ല. ശരിയാ, പക്ഷെ എത്ര നിമിഷം കൊണ്ടിട്ടാ കല്യാണക്കുറിയുടെ പേര് മാറിപ്പോയതല്ലേ. ഇതിനു മുമ്പ് ദീപാന്ന് എഴുതിയ സ്ഥലത്ത് ഇപ്പോ ലേറ്റ് ദീപാന്ന് കൊടുക്കേണ്ടി വന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കാട്ടോ പ്രകാശൻ പറഞ്ഞിട്ട്, മോൾക്കറിയാവോ നമ്മുടെ വീട്ടിൽ അന്ന് മുമ്പ് പശുക്കളൊക്കെ ഉണ്ടെന്ന്. പശുക്കളെയൊക്കെ നോക്കേണ്ടത് നീയായിരുന്നു കല്യാണി. അന്ന് വീട്ടില് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോഴേക്കേ ഞാൻ പശുക്കളെ വിൽക്കാന്ന് അമ്മ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, പശുക്കളെ വിൽക്കണ്ട, കല്യാണി മോളെ വിൽക്കാന്ന്. അത്രയും മനസ്സ് മോശമായിരുന്നു എന്റെ. പക്ഷെ ദീപ അവളെ ഒരുപാട് സ്നേഹിച്ചായിരുന്നു. പിന്നെ പെമ്മക്കളെ അവള് പ്രസവിച്ചപ്പോഴാണ് ആ ഒരു ദേഷ്യം, അത് പെമ്മക്കളോടുള്ള ദേഷ്യം എന്നെ അവൾക്ക് തീർത്തോണ്ടിരുന്നത്. അവളോട് എനിക്ക് അപ്പോഴും ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പാവം, ഇത്രയും സഹിച്ച വേറൊരു പെണ്ണും ഈ ലോകത്ത് ഉണ്ടാവില്ല. എന്റെ ദീപക്ക് ഈ അവസ്ഥ വന്നല്ലോ. ഞാൻ ദീപനെയാണ് ഏറ്റവും കൂടുതൽ കാലം ഞാൻ ദീപയുടെ കൂടെയാണ് ജീവിച്ചത്. ലക്ഷ്മിയുടെ കൂടെ ഒരു 1.25 വർഷം 2 വർഷം ഞാൻ ജീവിച്ചിട്ടുള്ളൂ. അതിന്റെ ഉപരി ഞാൻ കല്യാണി മോളാണ് ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചേക്കണം എന്ന് പറയുമ്പോ കല്യാണി പറഞ്ഞ, അച്ഛൻ എപ്പോഴും ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ മോളെ, എനിക്ക് എപ്പോഴും ഈ കാര്യങ്ങൾ മറക്കാൻ പറ്റില്ല മോളെ. എന്റെ മരണം വരെ ഇത് ഓർമ്മയിലുണ്ടാവും. ദീപ മരിച്ചപ്പോ അത് കൂടി ഓർമ്മ എന്ന് പറയാണ്. അച്ഛൻ വാ ഭക്ഷണം കഴിക്കാം, എനിക്ക് വേണ്ട മക്കളെ എന്ന് പറയാണ് പ്രകാശൻ. കാദംബരി പറയുന്നത്, അച്ഛൻ ഇങ്ങനെ കഴിക്കാതിരുന്ന എങ്ങനെ ശരിയാവും? അച്ഛൻ കഴിക്കാത്തത് കൊണ്ട് കല്യാണിയും ഭക്ഷണം കഴിക്കുന്നില്ല. മക്കള് പോയി കഴിച്ചോ, ഞാൻ കൂടെ ഇരിക്കാം. വേണ്ടച്ചാ, അച്ഛൻ കഴിക്കുമെങ്കിൽ ഞാൻ കഴിക്കുള്ളൂ എന്ന് കല്യാണി പറയാണ്. എന്നാൽ ശരി, മക്കള് വിളമ്പിക്കോ, ഞാൻ വന്നോളാം എന്ന് പ്രകാശൻ പറയുന്നുണ്ട്. അങ്ങനെ പ്രകാശന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീർന്നു കേട്ടോ. പ്രൊമോയിൽ കാണിച്ച നമ്മുടെ സ്വാമിവേഷം കെട്ടിയ ഗംഗപ്രസാദനെ അത് നാളെ കാണിക്കുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.